ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറേ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല പ്രോട്ടീൻ റിച്ചായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ലഡു നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൊതുവെ പരിപ്പുകളിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല പരിപ്പാണ് ദഹനത്തിനും പൊതുവെ എല്ലാറ്റിനും ഏറ്റവും നല്ല പരിപ്പാണ് ഈ ചെറുപയർ പരിപ്പ്. അപ്പോൾ നമ്മൾ അസുഖമുള്ള സമയത്ത് പോലും കഴിക്കാൻ പറ്റിയ പരിപ്പാണ് ചെറുപയർ പരിപ്പ്. നമ്മൾ കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിപ്പുകളിൽ ചെറുപയർ പരിപ്പാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കുക, കുതിർത്താനൊന്നും പാടില്ല കേട്ടോ. അപ്പം തന്നെ കഴുകിയിട്ട് ഇതേ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ ടാപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റൊക്കെ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഫാൻ്റെ ചോട്ടിലൊരു പാത്രം അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു നല്ല അടികട്ടില്ല ഞാനിത് കാസ്റ്റ് അയണിൻ്റെ കടായിയാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടവർക്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇനിയിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വറക്കുക. ആ വെള്ളം നനവൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വറക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇത് ഒരു പണിയുള്ള കാര്യമല്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ മധുരം വേണമെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങനെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ അതിൻ്റെ കളറ് ചെറുതായിട്ട് ഇങ്ങനെ മാറി വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഗോൾഡൻ കളർ തന്നെ ആവണം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല ഡാർക്ക് ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ രീതിയിൽ അതായത് നന്നായിട്ട് മൂത്ത് വരണം. ഇനി ഇത് അതേ പാനിൽ തന്നെ നമ്മൾ വെച്ചിട്ട് ഒന്ന് അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്നും കൂടി മൂത്ത് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇതിൽ തന്നെ വെക്കുക. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല സ്മൂത്ത് പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല തരിതരിപ്പല്ല കേട്ടോ, നന്നായിട്ട് പൊടിയണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് പഞ്ചസാരയും ചേർക്കാം. ശർക്കര ഞാൻ 1 കപ്പ് പരിപ്പാണെങ്കിൽ അതിന് 1 കപ്പ് ശർക്കര കേട്ടോ. അപ്പോൾ ഇത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാവുക കാരണം ഞാനിങ്ങനെ പൊടിയായിട്ടാണ്. നിങ്ങൾക്ക് ഉണ്ട ശർക്കരയൊക്കെ ആണെങ്കിൽ ചീവിയിട്ട് അങ്ങനെ കത്തി കൊണ്ട് ചീവിയിട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ 1 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ നല്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ആദ്യം നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കുക, അഴുക്ക് കളഞ്ഞതിൻ്റെ ശേഷം. എന്നിട്ട് അതിലേക്ക് ഇത് നന്നായിട്ട് ഫൈൻ പൗഡറാക്കിയിട്ട് ഈ പൊടി അതിലേക്ക് ചേർത്തിട്ട് കടായിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിൻ്റെ ശേഷം മാത്രം നെയ്യ് ചേർത്താൽ മതി. നല്ല ശർക്കരയാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ഇതുപോലെ പൊടി എടുക്കുക, അല്ലെങ്കിൽ തന്നെ ഉണ്ട ശർക്കര വെച്ചാൽ അത് ചീവിയിട്ട് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ വാട്ടർ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതിലേക്ക് ഞാനൊരു 10-15 അണ്ടിപ്പരിപ്പ് വറുത്തത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നെയ്യിൽ വറുത്തതാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് പൗഡറായിരിക്കണം, തരിയൊന്നും വേണ്ട. ഇപ്പോൾ ഈ പൊടി ചെറിയൊരു ചൂടുള്ളപ്പോൾ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഈ പൊടി ചെറിയൊരു ചൂടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്, ചൂടുള്ള നെയ്യാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം ചൂടുള്ള നെയ്യ് ഒഴിക്കണം, അപ്പോഴാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ എളുപ്പം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഴുക്കുള്ള ശർക്കര വെച്ചാൽ ശർക്കര ഉരുട്ടിയിട്ട് നിങ്ങൾ പാനി ഉണ്ടാക്കിയിട്ട് ഈ പൊടി അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചൊക്കെ കുറയ്ക്കാം. പക്ഷേ ഇതിൽ നെയ്യിൻ്റെ അളവ് ഉണ്ടെങ്കിലാണ് ഇതിനാ പരിപ്പിൻ്റെ കൂടെ
നെയ്യിൻ്റെ ആ ഫ്ലേവർ ഉണ്ടെങ്കിലാണ് കേട്ടോ അതിന് ശരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ 1/4 കപ്പ് നെയ്യ് എന്തായാലും ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കണം. കുറച്ചൊക്കെ കുറയ്ക്കാവൂ. ഇട്ടിയെടുക്കാം. ഇതേപോലെ ശർക്കര പൊടിയാണ് ചേർക്കണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് കുഴച്ചെടുക്കാം, ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടാണ്, അതായത് ഞാൻ അതിൽ പാലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടി കുറച്ച് ചൂടാറി കുറച്ച് ഡ്രൈ ആയപ്പോൾ ഞാൻ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു. പാൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് 1 സ്പൂണൊക്കെ ഒഴിച്ചിട്ടേ നോക്കാവൂ, ശ്രദ്ധിക്കണം. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടും കൂടിയിട്ടുള്ള വ്യത്യാസം. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.